KCS Act and Rules 1969 Class 2. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്ഷൻ 2ൽ പറയുന്ന ഡെഫിനിഷൻസിൽ കുറച്ചാണ്. ബാക്കിയുള്ള ഡെഫിനിഷൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പം സെക്ഷൻ 2IA പറയുന്നതാണ് മിസലേനിയസ് സൊസൈറ്റീസ് means such societies as may be prescribed and which accepts deposit from their members only, and no deposits shall be accepted from nominal or associate members, and shall undertake business activities for the welfare of its members as per the bylaws, and shall issue loans only to members. അപ്പോൾ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും മാത്രം ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്ന അങ്ങനെയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിരിക്കില്ല. അപ്പോൾ നോമിനൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും അസോസിയേറ്റ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യില്ല. പിന്നെ അവരുടെ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അവർ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, ബൈലോയിൽ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ തന്നെ ലോൺ ഇഷ്യൂ ചെയ്യുന്നത് മെമ്പേഴ്സിന് മാത്രമായിരിക്കും. ആ രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള societies ആണ് miscellaneous societies, provided that no agricultural loan or schematic loan shall be issued to the members except the loans for welfare activities. അപ്പം മെമ്പേഴ്സിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസിന് അല്ലാതെ അഗ്രികൾച്ചറൽ ലോണോ സ്കീമാറ്റിക് ലോൺസോ ഒന്നും തന്നെ മിസലേനിയസ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ മിസലേനിയസ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ആ രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്ന, നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാത്ത, മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ബിസിനസ് ആക്ടിവിറ്റീസ് ബൈലോ പ്രകാരം ചെയ്യുന്ന സൊസൈറ്റീസ് ആണ് മിസലേനിയസ് സൊസൈറ്റീസ്. അപ്പോൾ നെക്സ്റ്റ് വൺ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ആണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഡെഫിനിഷനിൽ മൊത്തം ഇങ്ങനെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിനും ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്നാണ്. Means a member who possesses only such privileges and rights of a member and who is subject only to such liabilities of a member as may be specified in the bylaw. നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നതാണ് ബൈലോ പറഞ്ഞിട്ടുള്ള റൈറ്റ്സും, ബൈലോയിൽ സ്പെസിഫൈ ചെയ്യും അവരുടെ റൈറ്റ്സും പ്രിവിലേജസും എന്താണ്, അതേപോലെ തന്നെ അവരുടെ ലയബിലിറ്റീസ് എന്താണെന്ന് ബൈലോ പ്രകാരം പറഞ്ഞിരിക്കും. അപ്പം ആ ബൈലോയിൽ എഴുതിയിരിക്കുന്ന സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റൈറ്റ്സും പ്രിവിലേജസും ലയബിലിറ്റീസും മാത്രമുള്ള മെമ്പേഴ്സിനെയാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2N ഓഫീസർ. Officer means the president, vice president, chairman, vice chairman, secretary, manager, members of committee or treasurer, and includes a liquidator, administrator, and any other person empowered under the rules or the bylaws to give directions in regard to business of a cooperative societies. ബൈലോ പ്രകാരം അല്ലെങ്കിൽ KCSൻ്റെ റൂൾസ് പ്രകാരം സൊസൈറ്റീസിൻ്റെ ബിസിനസ്സിൽ ഡയറക്ഷൻ കൊടുക്കാൻ അധികാരപ്പെട്ട, എംപവറായി ചെയ്തിട്ടുള്ള സൊസൈറ്റിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, മാനേജർ, മെമ്പർ ഓഫ് ദി കമ്മിറ്റി, ട്രഷറർ, ലിക്വിഡേറ്റർ, അഡ്മിനിസ്ട്രേറ്റർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സൺ, അത് റൂൾസിൽ പറഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്നതാണ് ഓഫീസർ. അപ്പോൾ ഓഫീസർ, ഇപ്പോൾ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഓഫീസറാണ്. കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊരു പൊസിഷൻ നിന്നിട്ട് ഇതിൽ ആരാണ് ഓഫീസർ എന്ന്. അപ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റും ചെയർമാനും വൈസ് ചെയർമാനും സെക്രട്ടറിയും മാനേജറും അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി, ഏതെങ്കിലും കമ്മിറ്റിയുടെ മെമ്പേഴ്സും ട്രഷററും ലിക്വിഡേറ്റേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും എല്ലാം ഓഫീസർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവരുടെ പവേഴ്സ് എംപവർ ചെയ്തിട്ടുള്ളത് റൂൾസ് പ്രകാരം, KCSൻ്റെ റൂൾസ് പ്രകാരം അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ബൈലോ പ്രകാരം ആയിരിക്കും. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഡയറക്ഷൻസ് റിഗാർഡ് ടു ദ ബിസിനസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ്സിൽ ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പ്രിസ്ക്രൈബ്ഡ്. എന്താണ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് സെക്ഷൻ 2O പ്രിസ്ക്രൈബ്ഡ് മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ ആക്ടിൽ പ്രിസ്ക്രൈബ്ഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്, ആക്ടിൻ്റെ റൂൾസ് പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ്
Section 2OA prescribed period means the period of limitation specified in Schedule 3 append to the Act. ഈ ആക്റ്റിൽ ഷെഡ്യൂൾ 3 അഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള പീരീഡ് ഓഫ് ലിമിറ്റേഷനെ പറയുന്നതാണ് പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾക്കും എത്ര ടൈം ലിമിറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പീരീഡ് ഓഫ് ലിമിറ്റേഷൻ പറയുന്നുണ്ട്. ആ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ആണ് പ്രിസ്ക്രൈബ്ഡ് പീരീഡ് എന്നുള്ളതുകൊണ്ട് ഈ ആക്ടിൽ ഉദ്ദേശിക്കുന്നത്. Next one, section 2OAA Primary Agricultural Credit Society. Primary Agricultural Credit Society define ചെയ്തിട്ടുള്ളത് section 2OAA ലാണ്. അപ്പോൾ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി മീൻസ് എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, എ ഫാമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് എ റൂറൽ ബാങ്ക്, ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു അണ്ടർടേക്ക് agricultural credit activities and to provide loans and advances to agricultural purposes. The rate of interest of such loans and advances shall be rate fixed by registrar and having its area of operation confined to a village, panchayat or municipality. അപ്പോൾ അഗ്രികൾച്ചർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ ഒരു ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കോ റൂറൽ ബാങ്കോ ആയിരിക്കും. ഇവരുടെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടും ലോൺസും അഡ്വാൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർ ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ലോണിൻ്റെ മുകളിലും അഡ്വാൻസസിൻ്റെ മുകളിലും ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ആയിരിക്കും. അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വില്ലേജോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആയിരിക്കും. അപ്പോൾ provided that the restriction regarding the area of operation shall not apply to societies or banks in existence at commencement of Kerala Cooperative Societies Amendment Act 1999. അപ്പോൾ ഈ ആക്ട് നിലവിൽ വരുമ്പോഴാണ് പഞ്ചായത്ത്, വില്ലേജ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിട്ട് ഈ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. 1999 വന്നിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അമെൻമെന്റ് ആക്ട് പ്രകാരം ഈ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. മീൻസ് ഇപ്പം പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിന് ഒരു വില്ലേജിൽ പുറത്തും അവരുടെ സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇഫ് ദ എബവ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഫുൾഫിൽ സച്ച് സൊസൈറ്റീസ് ഷാൾ ലോസ് ഓൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് primary agricultural credit society as specified in the act, rules and bylaws except the existing staff strength. അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിനെ ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത സൊസൈറ്റീസ് എല്ലാ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ലോസ് ചെയ്യുന്ന ഒരു സൊസൈറ്റീസ് ആയിരിക്കും. മീൻസ് അവർക്ക് പിന്നീട് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ KCS ആക്ട് റൂൾസ് ആൻഡ് ബൈലോസ് പ്രകാരം അവർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ലോസ് ചെയ്യും. നെക്സ്റ്റ് വൺ, സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. Primary credit society means a society other than apex or central society which has its principal object of raising funds to lend to its members. അപ്പം സൊസൈറ്റീസ്, ഏതെങ്കിലും ഒരു സൊസൈറ്റി അതൊരു അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ അല്ല, അതിൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺസ് ലെൻഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം സൊസൈറ്റീസ് നമ്മൾ വിളിക്കുന്നതാണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പോൾ സെക്ഷൻ 2OBയിലാണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ ആയിരിക്കില്ല എന്ന് ഓർക്കുക. നെക്സ്റ്റ് സെക്ഷൻ 2OC ആണ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. PCARDB means a society having its area of operation confined to a taluk and the principal object of which is to provide for long-term credit for agricultural and rural development activities. അപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. അവിടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു താലൂക്ക് ആയിരിക്കും. അവരുടെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്.
further provided that no primary cooperative agricultural and rural development bank shall be registered without the bifurcation of assets and liabilities of the existing societies having the area of operation in more than one taluk, and the societies shall restrict their operation in the area of respective society on such bifurcation. That means ഒന്നിൽ കൂടുതൽ താലൂക്കുകളിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ള സൊസൈറ്റീസിൻ്റെ എക്സിസ്റ്റിംഗ് സൊസൈറ്റീസിൻ്റെ അസറ്റ്സിനെ ബൈഫൊക്കേഷൻ ചെയ്തുകൊണ്ട് മീൻസ് വീതിച്ചെടുത്തുകൊണ്ട് മാത്രമേ ഒരു പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. മീൻസ് ഒന്നിൽ കൂടുതൽ താലൂക്കിൽ വർക്ക് ചെയ്യുന്ന സൊസൈറ്റിയുടെ അസറ്റ്സും ലാബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു PCRDB തുടങ്ങാം. അങ്ങനത്തെ PCRDB തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഏത് എക്സിസ്റ്റിംഗ് സൊസൈറ്റീൻ്റെ കയ്യിൽ നിന്നാണോ അസറ്റ്സും ലയബിലിറ്റിയും വീതിച്ചെടുത്തിട്ടുള്ളത് ആ സൊസൈറ്റിക്ക് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന താലൂക്കിൽ അവരുടെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പുതിയതായിട്ട് ഒരു പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ഓർക്കുക. അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബൈഫോക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എക്സിസ്റ്റിംഗ് സൊസൈറ്റീസ് ആവശ്യമാണ്. മോർ ദാൻ വൺ താലൂക്കിൽ ഓപ്പറേഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഡെഫിനിഷൻ Section 2OD, Primary Cooperative Society. Primary Cooperative Society means a society having jurisdiction over a revenue district as a whole or over any specified area within such revenue district and having individuals or other cooperative societies as its members. അപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിൽ മാത്രം ആയിരിക്കും. മീൻസ് ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിൽ ഹോളായിട്ടോ അല്ലെങ്കിൽ ആ റവന്യൂ ഡിസ്ട്രിക്റ്റിന് ഉള്ളിൽ തന്നെ ഒരു സ്പെസിഫൈഡ് ഏരിയയിലോ ആയിരിക്കും ഇത്തരം സൊസൈറ്റീസിൻ്റെ ഏരിയാസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആവാം. ഇൻഡിവിജ്വൽസ് അതുപോലെ തന്നെ മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മെമ്പേഴ്സ് ആവാനുള്ള റൈറ്റ് ഉണ്ട്. Next definition, Section 2OE, Primary Tourism Cooperative Society means a society having its area of operation conformed to a taluk and the principle of which is to promote, organize and assist tourism activities. അപ്പോൾ ഒരു താലൂക്കിൽ മാത്രം ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ള അതിൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടൂറിസം ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അത്തരം സൊസൈറ്റീസ് ആണ് പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓർക്ക ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു താലൂക്കിലായിരിക്കും. പ്രൊവൈഡഡ് ദാറ്റ് ദോസ് സൊസൈറ്റീസ് ഇൻ എക്സിസ്റ്റൻസ് ഓൺ ദി 5th day of July 2018 having more than one taluk as its area operation shall restrict such areas of operation to a taluk where the headquarters of the society is situated within a period of 1 year from that date. മീൻസ് 2018 ജൂലൈ 5-ാം തീയതി വരെയുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ താലൂക്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ള പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു വർഷത്തിനുള്ളിൽ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണോ ഇരിക്കുന്നത് ആ താലൂക്കിൽ മാത്രമായിട്ട് അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒതുങ്ങണം. മീൻസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിന് പുറത്തായിട്ടുള്ള പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് KCS ആക്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി ആവണമെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു താലൂക്കിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം എന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ സെക്ഷൻ 2P, രജിസ്ട്രാർ. രജിസ്ട്രാർ മീൻസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോയിന്റഡ് അണ്ടർ ദ subsection 1 of section 3 and includes any person on whom all or any of the powers of the registrar under this act are conferred. അപ്പം രജിസ്ട്രാർ എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരമാണ്. അത് കൂടാതെ തന്നെ ഏതെങ്കിലും ഒരു പേഴ്സണിന് രജിസ്ട്രാറിൻ്റെ എല്ലാ പവേഴ്സും അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെ ഏതെങ്കിലും പവേഴ്സും ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെയും രജിസ്ട്രാർ എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2Q ആണ്. റൂൾസ് മീൻസ് ദ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം പറയുന്ന റൂൾസ് ആണ് സെക്ഷൻ 2Qല് പറയുന്ന റൂൾസ്. നെക്സ്റ്റ് സെക്ഷൻ 2QA, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റസ് മീൻസ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ റിലേഷൻ ടു സ്റ്റേറ്റ്
of Kerala as specified in the Constitution Scheduled Caste Order 1950. അപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് ഓർഡർ കോൺസ്റ്റിറ്റ്യൂഷന് 1950 ഉണ്ട്. ആ ഓർഡർ പ്രകാരം ആരൊക്കെയാണോ ഷെഡ്യൂൾ കാസ്റ്റിൽ വരുന്നത് ആ ഷെഡ്യൂൾ കാസ്റ്റ് മുഴുവൻ ഇവിടെയും ഷെഡ്യൂൾ കാസ്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് സെക്ഷൻ 2QB ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. അത് തന്നെയാണ് പറയുന്നത് മീൻസ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ റിലേഷൻ ടു സ്റ്റേറ്റ് ഓഫ് കേരള ആസ് സ്പെസിഫൈഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ Scheduled Tribes Order 1950. Next, Section 2QC, Special Officer. Special Officer means an officer not below the rank of Assistant Registrar appointed by the Registrar to take into custody the assets and liability of the society which secured registration without bifurcating the area of operation of an existing society and to register new societies and to constitute committees as provided in section 28 of this act. മെയിൻ സ്പെഷ്യൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്ന രജിസ്ട്രാർ ആണ്. അദ്ദേഹത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ റാങ്കിൽ കുറയാത്ത റാങ്ക് ആയിരിക്കും. അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷൻ എക്സിസ്റ്റിംഗ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനെ ബൈഫൊക്കേറ്റ് ചെയ്യാതെ മീൻസ് വീതിച്ചെടുക്കാതെ അപ്പോൾ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ തന്നെ കടന്നു കയറിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റീസിന്റെ അസറ്റ്സും ലയബിലിറ്റീസിന്റെയും കസ്റ്റഡി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം ബൈഫൊക്കേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എക്സിസ്റ്റിംഗ് സൊസൈറ്റി അവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വീതിച്ചെടുത്താണ് പുതിയ സൊസൈറ്റി അവിടെ നിലവിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റീസിന്റെ അസറ്റ്സും ലയബിലിറ്റീസിനും ഒക്കെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരമുള്ള ഓഫീസറാണ് സ്പെഷ്യൽ ഓഫീസർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു ഡ്യൂട്ടിയാണ് ടു രജിസ്റ്റർ ന്യൂ സൊസൈറ്റീസ്. പുതിയ സൊസൈറ്റിയിലെ അസറ്റിനെ അദ്ദേഹത്തിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ആൻഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റീസ് ആസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 28 ഓഫ് ദി ആക്ട്. അപ്പോൾ സെക്ഷൻ 28 പറയുന്ന അപ്പോയിൻമെന്റ് ഓഫ് കമ്മിറ്റീസിൽ കമ്മിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യാൻ മീൻസ് കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് സ്പെഷ്യൽ ഓഫീസറിനുണ്ട്. നെക്സ്റ്റ് വൺ സെക്ഷൻ 2R ആണ്. സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് മീൻസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇപ്പോൾ ആക്ട് പ്രകാരം സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. നെക്സ്റ്റ് ഡെഫിനിഷൻ സെക്ഷൻ 2RA സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആൻഡ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് means an apex society having only primary cooperative agricultural and rural development bank as its members and functioning in accordance with the provisions contained in the Kerala State Cooperative Agricultural and Rural Development Bank Act 1984. അപ്പോൾ 1984 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് വന്നിട്ടുണ്ട്. ആ ആക്ട് പ്രകാരം ഫംഗ്ഷൻ ചെയ്യുന്ന മെമ്പേഴ്സ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് മാത്രമായിട്ടുള്ള അപ്പെക്സ് സൊസൈറ്റിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അവരുടെ മെമ്പേഴ്സ് PCRDBs മാത്രമാണെന്ന് ഓർക്കുക. പിന്നെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ ആക്ടിന്റെ 1984 വന്നിട്ടുള്ള ആക്ടിന്റെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് പ്രകാരമാണെന്ന് ഓർക്കുക. നെക്സ്റ്റ് സെക്ഷൻ 2RB ആണ്. ഒമിറ്റഡ് ആണ് മീൻസ് ഒഴിവാക്കിയിട്ടുള്ള സെക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ സെക്ഷൻ 2RC State Cooperative Election Commission means the State Cooperative Election Commission constituted under section 28B പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. നെക്സ്റ്റ് സെക്ഷൻ 2S State Cooperative Union means State Cooperative Union established under Section 89. Section 89 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. നെക്സ്റ്റ് വൺ 2SA ആണ്. ട്രാൻസ്ഫറി ബാങ്ക് മീൻസ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ട്രാൻസ്ഫറി ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് സെക്ഷൻ 2SB ട്രാൻസ്ഫറർ ബാങ്ക് മീൻസ് ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആസ് ഡിഫൈൻഡ് അണ്ടർ ക്ലോസ് IA ഓഫ് ദിസ് സെക്ഷൻ. ഈ സെക്ഷനിലെ ക്ലോസ് IA പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് ട്രാൻസ്ഫറർ ബാങ്ക്സ്. നെക്സ്റ്റ് സെക്ഷൻ 2T ആണ്. ട്രിബ്യൂണൽ ആണ്. മീൻസ് ദ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 81. സെക്ഷൻ 81 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ട്രിബ്യൂണൽ. Next section 2TA Urban Cooperative Bank means a society registered under this act having its area of operation in the urban areas and which undertakes banking business
വിത്ത് ദി ലൈസൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലൈസൻസ് കിട്ടിയിട്ട് അർബൻ ഏരിയാസിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന സൊസൈറ്റീസ് ആണ്, മീൻസ് അർബൻ ഏരിയാസിൽ മാത്രം ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന സൊസൈറ്റീസ് ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഈ ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നത്, പക്ഷെ ലൈസൻസ് അവർ RBIയുടെ കയ്യിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് വൺ, സെക്ഷൻ 2TAA, Urban Cooperative Society means a cooperative society the principal object of which is to undertake non-agricultural credit activities and to raise funds to lend to its members with its area of operation confined to a municipality of or a corporation. ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മാത്രം ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിട്ടുള്ള നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അവർ ഫണ്ട് റേസ് ചെയ്യുന്നത് മെമ്പേഴ്സിന് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അത് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസിനായിരിക്കും ലോൺ കൊടുക്കുന്നത്. Next, further provided that the restriction regarding the area of operation shall not be applicable to the existing urban cooperative society. അപ്പോൾ നിലവിലുള്ള അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒന്നും തന്നെ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഇല്ല, അവർക്ക് ഏരിയ ഓഫ് ഓപ്പറേഷനിൽ റിലാക്സേഷൻ കിട്ടും. നെക്സ്റ്റ് വൺ, സെക്ഷൻ 2TB, വിജിലൻസ് ഓഫീസർ മീൻസ് a vigilance officer appointed under section 68A. 68A പ്രകാരം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വിജിലൻസ് ഓഫീസർ. നെക്സ്റ്റ് സെക്ഷൻ 2U ആണ്, ഇയർ മീൻസ് ദ പീരിയഡ് കമൻസിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ ഓഫ് എനി ഇയർ ആൻഡ് എൻഡിങ് വിത്ത് 31st of March of the succeeding year, or in case of any registered society or class of registered societies, the accounts of which are made up to any other date with the previous sanction of registrar, the year ending with such date. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഇയർ എന്ന് പറയുന്നത് 1st April മുതൽ, ഏതെങ്കിലും വർഷത്തിന്റെ 1st April മുതൽ അതിന്റെ നെക്സ്റ്റ് ഇയറിലുള്ള 31st March വരെയുള്ള 12 മാസങ്ങളാണ്. ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്പെസിഫൈ ആയിട്ടുള്ള ഏതെങ്കിലും സാങ്ഷൻസ്, പ്രീവിയസ് സാങ്ഷൻസ് രജിസ്ട്രാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അവരുടെ ഏത് ഡേറ്റിലാണോ ആ സാങ്ഷൻ വാങ്ങിയിട്ടുള്ളത് ആ ഇയറിനെയും ആ 12 മാസങ്ങളെയും ഇയർ ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2U ആണ് ലാസ്റ്റ് ഡെഫിനിഷൻ KCS ആക്ടിന്റെ സെക്ഷൻ 2ലുള്ള. അപ്പം എല്ലാ ഡെഫിനിഷനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണുക. താങ്ക് യു.